Hello, hi, this is Sai Info with another exciting opportunity for you. ഐസർ പൂനെ അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് പൂനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിലുള്ള ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഐസർ. ഐസർ പൂനെ മാത്രമല്ല, നമുക്ക് ഐസർ തിരുവനന്തപുരത്തും അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. സോ ഐസർ എപ്പോഴും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്സ്, അതുപോലെ തന്നെ സമ്മർ റിസർച്ച് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ഡിസർട്ടേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സമ്മർ സ്റ്റുഡൻറ്റ് പ്രോഗ്രാം അവർ 2025 ഇപ്പോൾ അതിനുള്ള ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു സമ്മർ റിസർച്ച് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ചെറിയ ഡ്യൂറേഷനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റേൺഷിപ്പ് പോലത്തെ ചെറിയൊരു ഷോർട്ട് ടൈം പ്രോജക്റ്റൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാൻസ് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. സോ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് യൂസ്ഫുൾ ആവുന്നുള്ളവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വേറെ കുറേ ഓപ്പണിങ്സ് ഇത്തരത്തിലുള്ള പ്രീമിയം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓപ്പണിംഗ് ആയി വരുന്നുണ്ട്. ഓൺഗോയിങ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ അതിനെക്കുറിച്ചുള്ളൊക്കെ ഇൻഫർമേഷൻസ് നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ വരുന്നുണ്ട്. സോ എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ഐസർ പൂനെയിലുള്ള സമ്മർ സ്റ്റുഡൻസ് പ്രോഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഒരു മിനി നോട്ടിഫിക്കേഷൻ ഇവരുടെ ഹോം പേജിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ആൻഡ് നോട്ടിഫിക്കേഷൻസ് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. സോ ഏതൊക്കെ റിലവൻ്റ് ആയിട്ടുള്ള ഏരിയാസിലാണ് ഇവർ ഈ ഒരു സമ്മർ സ്റ്റുഡൻറ്റ് പ്രോഗ്രാം 2025 ഓഫർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഒബ്വിയസ്ലി ബയോളജി, കെമിസ്ട്രി, ഡാറ്റ സയൻസ്, എർത്ത് സയൻസ്, അതുപോലെ തന്നെ ക്ലൈമറ്റ് സയൻസ്, മാത്തമാറ്റിക്സ്, ഹ്യൂമാനിറ്റീസ്, ഫിസിക്സ്, അങ്ങനെ എല്ലാ ഡിസിപ്ലിൻസും ഏകദേശം എല്ലാ ഡിസിപ്ലിൻസിലും അവർ ഈ ഒരു സമ്മർ സ്റ്റുഡൻറ്റ് പ്രോഗ്രാം ഓപ്പണായിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ ഏത് സ്ട്രീമിലാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ അവർ പറയുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഐസർ സ്റ്റുഡൻസ് ഇതിന് അപ്ലൈ ചെയ്യരുത്. ഒബ്വിയസ്ലി ഐസർ സ്റ്റുഡൻസ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. എന്നിരുന്നാൽ പോലും ആരെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തേക്കാം എന്നുള്ള ഒരു മുൻകരുതലിലായിരിക്കും ഐസർ സ്റ്റുഡൻസ് ഇതിന് എലിജിബിൾ അല്ല എന്നുള്ളത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദെൻ എലിജിബിലിറ്റി ആൻഡ് റിക്വയർമെൻറ്റ്സിൽ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിലവിൽ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ അല്ലെങ്കിൽ ഫോർത്ത് ഇയർ ഒക്കെ പഠിക്കുന്ന BSc, BTech, BE ഓർ ഇക്വലൻ്റ് ഡിഗ്രി കോഴ്സ് പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഇത് അപ്ലൈ ചെയ്യാൻ എലിജിബിളാണ്. അതുപോലെ തന്നെ MSc, MTech അതേപോലത്തെ ഇക്വലൻ്റ് കോഴ്സിൻ്റെ ഫസ്റ്റ് ഇയറിൽ സ്റ്റുഡൻ്റായിട്ട് പെർസ്യൂ ചെയ്യുന്നവരും ഇതിന് എലിജിബിളാണ്. ഓക്കെ. സോ ഫസ്റ്റ് ഇയർ MSc ഓർ MTech സ്റ്റുഡൻസ്, അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ BSc, BTech ഓർ BE സ്റ്റുഡൻസും ഇതിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണെന്നൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മിനിമം 60% ഓർ ഇക്വലൻ്റ് ആണ്. ഓവറോൾ ഗ്രേഡിൽ മിനിമം 60% ഇക്വലൻ്റ് ആണ് അവർ പറയുന്നത്. ദെൻ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 80% ഇൻ പെർട്ടിക്കുലർ സ്ട്രീം ഓഫ് ഇൻട്രസ്റ്റ്. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ സ്ട്രീമിലായിരിക്കുമല്ലോ അവർക്ക് അപ്ലൈ ചെയ്യുന്നത്. സോ ആ ഒരു സ്ട്രീമിൽ 80% ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് അതിന് എലിജിബിലിറ്റി ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ദെൻ സെലക്ഷൻ ക്രൈറ്റീരിയ നമുക്ക് ഇവരുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ ലിസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ഹൈപ്പർ ലിങ്ക് വഴി. ഈ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫാക്കൽറ്റീസിൻ്റെ ലിസ്റ്റ് നോക്കാവുന്നതാണ്. ഈ ഫാക്കൽറ്റീസിൻ്റെ ലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണോ ആ പർട്ടിക്കുലർ ഏരിയയിൽ റിസർച്ച് അല്ലെങ്കിൽ വർക്ക് ഓൺഗോയിങ് ആയിട്ട് അല്ലെങ്കിൽ കറൻ്റ്ലി ക്യാരി ചെയ്യുന്ന ഫാക്കൽറ്റിയുടെ മെയിൽ ID നിങ്ങൾ അതിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് പേഴ്സണലി മെയിൽ അയക്കാണ് വേണ്ടത്. അലോങ് വിത്ത് യുവർ CV. ഒബ്വിയസ്ലി നിങ്ങളുടെ CVയും അതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യേണ്ടി വരും. സോ അത്തരത്തിലുള്ളൊരു CV അലോങ് വിത്ത് മെയിൽ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾ അയക്കുക. അവർ നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും. ഇനി റീപ്ലൈ വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മെയിൽ അയക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കാണ് ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആവശ്യം. സോ ആദ്യത്തെ 1-2 പ്രാവശ്യമൊക്കെ അയച്ചിട്ടും മെയിൽ വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മെയിൽ അയക്കുക. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മെയിൽ അയക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം 2 പ്രൊജക്റ്റ് വേണി അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ 2 ഫാക്കൽറ്റിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഏതെങ്കിലും ഒന്നിൽ സെലക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ മറ്റേത് ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആവും. ദെൻ പ്രോജക്റ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4 to 8 വീക്സ് ആണ് അവർ പറയുന്നത്. അഥവാ മാക്സിമം 1 month മുതൽ 2 month, 1 മാസം അല്ലെങ്കിൽ 2 മാസമാണ് മാക്സിമം ഇവരിത് പറയുന്നത്. ദെൻ ഇത് പ്രോജക്റ്റ് നടക്കുക ഈ May 15th മുതൽ July 21st 2025 വരെ ആയിരിക്കും. അതായത് 2025 May 15th മുതൽ July 21st വരെ ഈ ഒരു കാലയളവിലായിരിക്കും ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുക. ദെൻ ആ ഡേറ്റ് കാര്യങ്ങൾ പ്രോജക്റ്റിൻ്റെ
മറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ഫ്ലെക്സിബിൾ ആയേക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആവില്ല എന്നും അവർ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ദെൻ അതർ ഡീറ്റെയിൽസിൽ നമുക്ക് അവരുടെ അക്കോമഡേഷൻ അതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിന് സെലക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫ്രീ ഹോസ്റ്റൽ ഫെസിലിറ്റി നമുക്ക് സ്റ്റുഡൻറ്റ് ഹോസ്റ്റലിൽ ഐസർ പൂനെയുടെ സ്റ്റുഡൻറ്റ് ഹോസ്റ്റലിൽ ഫ്രീ ഹോസ്റ്റൽ ഫെസിലിറ്റി അഥവാ ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് ഫുഡ് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഐസർ പൂനെ അല്ലെങ്കിൽ അവർ അറിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. സോ അക്കോമഡേഷൻ ഫെസിലിറ്റി അവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും, പക്ഷേ ഫുഡും ട്രാവലും കാര്യങ്ങളെല്ലാം നമ്മൾ സ്വന്തം അറിയേണ്ടി വരും. then അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസ് ഓവറോൾ ഈ പ്രോജക്റ്റിൽ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അവർ ഇവാലുവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണോ പാരൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണോ അവരിലോട്ട് ഈ നമ്മുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള ഒരു മെസ്സേജ് അവർ കൺവേ ചെയ്യും. നമുക്ക് ഒബ്വിയസ്ലി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ദെൻ സെലക്ഷൻ ഓൺഗോയിങ് ആണ്, മീൻസ് അപ്ലിക്കേഷൻ ഓൺഗോയിങ് ആണ്. ഈ സെലക്ട് ചെയ്ത സ്റ്റുഡൻസിൻ്റെ ഫൈനൽ ലിസ്റ്റ് അവർ March 31, 2025 പുറത്തോട്ട് വിടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പെസിഫിക് മെയിൽ ID തന്നിട്ടുണ്ട്, അതും ഒരു ഹൈപ്പർ ലിങ്ക് ആണ്. സോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫിക് ആയിട്ടുള്ള ക്വയറീസൊക്കെ അതിൽ ചോദിക്കാൻ പറ്റും. സോ നിങ്ങൾ ഇപ്പോൾ ഒരു സമ്മർ റിസർച്ച് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സമ്മർ റിസർച്ച് പ്രോഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അതിൽ എയിം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഓപ്പണിങ്ങിൽ വരുന്നുണ്ട്. സോ നമ്മളതെല്ലാം എയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അത്തരത്തിലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇത്രയാണ് നമ്മുടെ ഐസർ പൂനെ സമ്മർ സ്റ്റുഡൻറ്റ് പ്രോഗ്രാം 2025 കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ലെറ്റ്സ് മീറ്റ് വിത്ത് അനദർ എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി വിത്ത് സൈഹൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.